സംവിധായകൻ ശ്രീ കമൽ ചേരുന്നുണ്ട്. കമൽ, എങ്ങനെയാണ് ശ്രീനിയെ ഓർക്കുന്നത്? ശ്രീനിവാസൻ എല്ലാ മലയാളിയും ഓർക്കുന്ന പോലെയാണ് ആദ്യം ഓർക്കാൻ തോന്നുന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ പോരല്ലോ. കാരണം എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് ശ്രീനിവാസൻ. ഞാൻ എന്റെ സിനിമ കാലം ആരംഭിക്കുന്നത് കോടമ്പക്കത്താണ്. അന്ന് അവിടെ ചെല്ലുമ്പോൾ ശ്രീനിവാസൻ ഉണ്ട് അവിടെ. ഞാൻ ആദ്യം പരിചയപ്പെട്ട സിനിമാക്കാരിൽ ഒരാളാണ് ശ്രീനിവാസൻ. അന്ന് സിനിമാ മോഹവുമായിട്ട് എല്ലാ ചെറുപ്പക്കാരെയും പോലെ അന്ന് സിനിമ മോഹിച്ചും കോടമ്പക്കത്ത് എത്തുന്ന എല്ലാ ആൾക്കാരെയും പോലെ ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ സൗഹൃദത്തിലാവുന്നത്. പിന്നീട് അദ്ദേഹം ആ സമയത്ത് സംഘഗാനവും അണിമുഴക്കൊക്കെ അഭിനയിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിലൂടെ കടന്നു വന്ന ഒരു സംവിധായകനാണ്, നടനായിരുന്നു ശ്രീനിവാസൻ ആദ്യം. പിന്നീട് അദ്ദേഹം സംവിധായകൻ പ്രിയദർശന്റെയും സത്യനന്ദിക്കാരന്റെയും ഒക്കെ കൂടെ ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ പുറത്തേക്ക് വരുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, ആ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആദ്യം ചെയ്തത് എഴുത്തിലെ ശ്രീനിവാസൻ ടച്ച് എന്ന് പറയുന്നതിലേക്ക് അദ്ദേഹം വന്ന കാലഘട്ടം അല്ലെ? വന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തുടങ്ങിയത് വളരെ കോമഡി എന്ന് പറയുന്ന സ്ലാസ്റ്റിക് കോമഡിയുള്ള സിനിമകളിൽ നിന്ന് 1-2 സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെതായ ഒരു എഴുത്തിന്റെ വഴി കണ്ടെത്തി എന്നതാണ്. അത് ഓരോ കാലഘട്ടത്തിന്റെ സിനിമകൾ തന്നെയായിരുന്നു. ഇപ്പൊ നാടോടിക്കാറ്റിലെത്തുമ്പോൾ നമുക്കറിയാവുന്നതാണ്, അന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയായിരുന്നു. അതിന്റെ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയായിരുന്നു. യുവത്വത്തിന്റെ ഒരു എഴുത്തിലും സാഹിത്യത്തിലായാലും ശരി കവിതകളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നത് അത്തരം കാര്യങ്ങളായിരുന്നു. ചെറുപ്പക്കാരുടെ അവസ്ഥയായിരുന്നു. അതിനെ സിനിമയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അത് ആക്ഷേപഹാസ്യത്തിലൂടെ പറയാൻ ശ്രമിച്ചു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എല്ലാവിധ മനുഷ്യരിലേക്കും അത് റീച്ചായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാടോടിക്കാറ്റൊക്കെ നമ്മൾ ഇന്നും സംസാരിക്കുന്നത്. അന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഗൾഫിൽ പോകാന്നുള്ളതായിരുന്നല്ലോ. അത് നമ്മുടെ സമൂഹത്തെ തന്നെ മാറ്റിയ ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അതിൽ നിന്ന് കഥ കണ്ടെത്തുകയും അത് കാലാതിവൃത്തിയായ ഒരു സിനിമയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യന്റെയും സമൂഹത്തിന്റെയും ഒക്കെ ഓരോ പ്രശ്നങ്ങളെ അദ്ദേഹം നർമ്മത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തിയായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇനിയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഓർക്കാൻ പോകുന്നത് എഴുത്തുകാരൻ എന്നുള്ള രീതിയിലായിരിക്കും, തിരക്കഥ നടത്തുന്നുള്ള രീതിയിലായിരിക്കും. ഞാൻ അങ്ങനെയാണ് പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ. എനിക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് സിനിമകളിലൂടെയുള്ള അനുഭവം ഉണ്ടല്ലോ, വ്യക്തിബന്ധങ്ങൾ മാത്രമല്ല. ഞങ്ങൾ സിനിമ ചെയ്യാൻ ഇരുന്ന കാലം എന്ന് പറയുന്നത് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ പറയുന്ന ഒരു കാലമുണ്ട്. അദ്ദേഹമായിട്ട് ചെലവഴിക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദർഭം എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണെന്നുള്ളത്. അതിന് ഞങ്ങൾ കലയിക്കും, പിണങ്ങും അങ്ങനെ ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കുറെ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ ആയിരിക്കാം. അതിൽ നിന്നാണ് ഒരു കഥ ഉണ്ടായി വരുന്നത്. അല്ലാതെ പെട്ടെന്നൊരു കഥയായിട്ട് ശ്രീനിവാസൻ നമ്മളെ സമീപിക്കുകയോ അല്ലെങ്കിൽ ശ്രീനിവാസന്റെ അടുത്തൊരു കഥയുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെല്ലുകയൊന്നുമല്ല നമ്മൾ ചെയ്യുക. ഒരുമിച്ചിരിക്കുകയാണ് ചെയ്യുക. ഒരുമിച്ചിരുന്നിട്ട് സൗഹൃദം പങ്കുവെക്കുക, അതിലൂടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കഥകൾ ഉണ്ടായി വരുന്നത്. അപ്പോ ഞാനും ശ്രീനിവാസനും ആദ്യം ചെയ്ത സിനിമ പാവമ്പാൻ രാജകുമാരനാണ്. അന്ന് അദ്ദേഹം ആ രീതിയിലൊരു പാറ്റേണിൽ സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് അദ്ദേഹം വടക്കു കേന്ദ്രവും ചിന്താവിഷയ ശ്യാമളൊക്കെ ചെയ്യുന്നത്. ഒരു ആത്മവിമർശനമുള്ള കഥാപാത്രങ്ങളെ മനുഷ്യരെയൊക്കെ അദ്ദേഹം ചെയ്തത് പാവമ്പാൻ രാജകുമാരനാണ് തുടങ്ങിയത്. മാത്രമല്ല ഒരു യാഥാർത്ഥ്യബോധമുള്ള ഒരു സമീപനം അതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകത അല്ലെ? അതെ, തീർച്ചയായിട്ടും. അതെ, അതിൽ നിന്ന് അദ്ദേഹം പിന്നീട് സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ കാലഘട്ടത്തിന്റെയും സമൂഹത്തിൽ ഇപ്പൊ സന്ദേശത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞാൽ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം അത് എല്ലാ പാർട്ടികളെയും ആ സിനിമയിലൂടെ വിമർശിക്കുന്നുണ്ട്. എന്നും ട്രോളായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ സംസാരിക്കുന്നതിലൂടെ കടന്നു വരുന്ന ഒരു സിനിമയാണല്ലോ സന്ദേശം. അങ്ങനെയുണ്ട്. ഞാനും ശ്രീനിവാസനും ചെയ്യാറുള്ള പിന്നീടുള്ള സിനിമകൾ വന്നിട്ട് ചമ്പക്കുളം വെച്ചൻ എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ഞാനും ശ്രീനിവാസൻ ചെയ്തത്. അതും ശ്രീനിവാസൻ അതുവരെ ചെയ്യാത്തൊരു പാറ്റേണിലുള്ള ഒരു തിരക്കഥയായിരുന്നു. എനിക്കും പരിചിതമല്ലാത്ത ശ്രീനിവാസന് പരിചിതമില്ലാത്തൊരു മേഖല കുട്ടനാട്. ഞങ്ങളൊന്നും അവിടെ ജീവിക്കാത്ത ആൾക്കാരാണ്. ഞങ്ങൾ അവിടെ പോയി രഞ്ജി പണിക്കരുണ്ടായിരുന്നു അന്ന്. ഞങ്ങൾക്ക് ഈ വള്ളം പണിയുന്നവരെയൊക്കെ പരിചയപ്പെടുത്താനൊക്കെ ആയിട്ട് അവരെ കണ്ടെത്തി അവരോട് സംസാരിച്ചിട്ട് അതിൽ നിന്നാണ് അങ്ങനെ ഒരു കഥ ഉണ്ടായി വന്നതെന്നുള്ളതാണ്. കുറെ മാസങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവഴിച്ചിട്ടാണ് ആ തിരക്കഥ ഉണ്ടാകുന്നത്. അത് ശ്രീനിവാസന് നിർബന്ധമായിരുന്നു. കാരണം എനിക്കറിയണ മേഖലയിലൂടെ എനിക്ക് പരിചിതരായ മനുഷ്യരിലൂടെ മാത്രമേ എനിക്ക് കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് ചമ്പക്കുളം ചെയ്തത്. മഴയത്തുമ്പയിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ശക്തമായ ഒരു ആത്മസംഘർഷമുള്ള ഒരു പെൺകുട്ടിയുടെ പ്രണയവും പകയും ഒക്കെ ഉള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്. മമ്മൂട്ടി ഉള്ളപ്പോൾ പോലും അഴകിയരാവണൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ശ്രീനിവാസൻ അല്ലായിരുന്നു അഴകിയരാവണന്റെ കഥ എഴുതുന്നത്, തിരക്കഥ എഴുതുന്നത്. മമ്മൂട്ടി ഒരിക്കലും ഏറ്റെടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നത്. ആ മമ്മൂട്ടിയുടെ അന്നത്തെ ഇമേജ് ഓർത്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്
എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവുമായിരുന്നു. പക്ഷെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ കഥാകൃത്തിന് അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. അപ്പൊ ശ്രീനിവാസന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. ഏത് സംവിധായകനായാലും ശരി ശ്രീനിവാസനെ നമുക്ക് വിശ്വസിക്കാം. ശ്രീനിവാസൻ തരുന്ന ഒരു കഥ അല്ലെങ്കിൽ തിരക്കഥ എന്ന് പറയുന്നത് അത്രയും ശക്തമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം സംവിധായകനുണ്ടാവും. അതുപോലെ തന്നെ നടന്മാർ അഭിനേതാക്കളായാലും ശരി ശ്രീനിവാസന്റെ കഥാപാത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏത് അവരുടെ ഇമേജിനൊന്നും അത് ബാധിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഒക്കെ തന്നെ ശ്രീനിവാസന്റെ തിരക്കഥയിൽ അഭിനയിക്കുമ്പോൾ അവർ അവരുടെ ഇമേജ് നോക്കാറില്ല. അതുകൊണ്ടാണ് ശങ്കർദാസ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് മമ്മൂട്ടി തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രീനിവാസനിലുള്ള വിശ്വാസമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മലയാള സിനിമയിൽ ബഹുമുഖ പ്രതിഭ എന്ന് പലരെ കുറിച്ചും പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം വലിയ പ്രതിഭ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ 2 അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ 2 സിനിമ നോക്കിയാൽ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വലിയ താരത്തെയൊക്കെ വെച്ചിട്ട് വലിയ സിനിമകൾ ചെയ്യാൻ പറ്റാണ്ടല്ല. പക്ഷെ അദ്ദേഹം ആത്മവിമർശനത്തോടുകൂടി കഥാപാത്രങ്ങളെ കണ്ടിട്ട് സ്വയം തന്നെ അത്തരം വേഷത്തിലേക്ക് വന്നിട്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്തതാണ്. അതാണ് വടക്കും കേന്ദ്രവും ചിന്താവിഷ്ടയ ശ്യാമളയും.